ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു കരിയർ വെയിൻ അപ്ഡേറ്റ്സ്. ഈ വർഷത്തെ LBSൻ്റെ വിവിധ പാരാമെഡിക്കൽ അതേപോലെ തന്നെ BSc നേഴ്സിംഗ് ഉൾപ്പെടെയുള്ള കോഴ്സുകളോട്ട് അഡ്മിഷൻ സംബന്ധമായിട്ട് സ്പെഷ്യൽ അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുന്ന പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് ഈ വീഡിയോ നിങ്ങളുമായി പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ വിശദമായിട്ട് പോകുന്നതിന് എഡ്യൂക്കേഷൻ അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുവാനും ബെല്ലൈക്കൻ എനാബിൾ ചെയ്ത് വെക്കുവാനും ആമുഖമായിട്ട് ഓർപ്പെടുത്തുകയാണ്. അപ്പോൾ LBSൻ്റെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട് നേരത്തെ തേർഡ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചിരുന്നു. അപ്പോൾ തേർഡ് അലോട്ട്മെൻറ്റിന് ശേഷം വിദ്യാർത്ഥികൾ അഡ്മിഷൻ എടുക്കേണ്ട ലാസ്റ്റ് ഡേറ്റ്, അതായത് ആദ്യത്തെ 3 അലോട്ട്മെൻറ്റുകളിൽ അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികളുടെ കോളേജിൽ പോയിട്ട് അഡ്മിഷൻ എടുക്കുന്ന ലാസ്റ്റ് ഡേറ്റ് ഈ മാസം 20-ാം തീയതി വരെയാണ്. ഇനി ഒരുപാട് വിദ്യാർത്ഥികൾ ആദ്യത്തെ 3 അലോട്ട്മെൻറ്റിലും അഡ്മിഷൻ കിട്ടാത്ത ഒരുപാട് വിദ്യാർത്ഥികൾ പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട്. അത്തരത്തിലുള്ള വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള പ്രധാനപ്പെട്ട അലോട്ട്മെൻറ്റാണ്, അതായത് 3ാമത്തെ അലോട്ട്മെൻറ്റ് ശേഷമുള്ള പ്രധാനപ്പെട്ട 4ാമത്തെ അലോട്ട്മെൻറ്റ്, അതായത് സ്പെഷ്യൽ അലോട്ട്മെൻറ്റാണ് വരുന്ന 24-ാം തീയതി, അതായത് LBS പ്രസിദ്ധീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ വിദ്യാർത്ഥികളും ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് സ്പെഷ്യൽ അലോട്ട്മെൻറ്റിന് വേണ്ടിയിട്ട് വിദ്യാർത്ഥികൾ പുതുതായിട്ട് നിർബന്ധമായിട്ടും അതായത് ഓപ്ഷൻസ് മാറ്റി കൊടുക്കണം. ഓൾറെഡി നിലവിൽ ഒരുപാട് വിദ്യാർത്ഥികൾ സാധാരണ രീതിയിൽ യൂണിവേഴ്സിറ്റിയുടെ അഡ്മിഷൻ പോലെയല്ല, അതായത് യൂണിവേഴ്സിറ്റി അഡ്മിഷൻ നോർമലി നിലവിൽ അഡ്മിഷൻ കിട്ടാത്ത വിദ്യാർത്ഥികൾ ഓട്ടോമാറ്റിക്കായിട്ട് അടുത്ത അലോട്ട്മെൻറ്റിൽ പരിഗണിക്കുന്നതായിരിക്കും. എന്നാൽ LBSൻ്റെ ഭാഗത്തുനിന്നും വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, നിലവിൽ എവിടെയും അഡ്മിഷൻ കിട്ടാത്ത വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ട് നിങ്ങൾ പ്രൊഫൈൽ ലോഗിൻ ചെയ്തുകൊണ്ട് നിങ്ങൾ ഓപ്ഷൻസ്, അതായത് കോളേജ് അതേപോലെ കോഴ്സ് ഓപ്ഷൻസ് നിങ്ങൾ മാറ്റി കൊടുക്കൽ നിർബന്ധമാണ്. അപ്പോൾ ലാസ്റ്റ് ഡേറ്റ് ശ്രദ്ധിക്കുക, 18-ാം തീയതി, ഇന്ന് മുതൽ 20-ാം തീയതി വൈകിട്ട് 5 മണി വരെയാണ് വിദ്യാർത്ഥികൾക്ക് നിലവിൽ എവിടെയും അഡ്മിഷൻ കിട്ടാത്ത വിദ്യാർത്ഥികൾ പ്രൊഫൈൽ ലോഗിൻ ചെയ്തുകൊണ്ട് നിങ്ങളുടെ സ്പെഷ്യൽ അലോട്ട്മെൻറ്റിന് വേണ്ടിയിട്ട് നിങ്ങൾ പുതുതായിട്ട് കോളേജ് അതേപോലെ കോഴ്സ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാനുള്ള സമയം ശ്രദ്ധിക്കുക, 20/9/2024 വരെയാണ്. അപ്പോൾ ഇതുവരെയും എവിടെയും കിട്ടാത്ത വിദ്യാർത്ഥികൾക്ക് ഒരുപാട് പ്രതീക്ഷകൾ നൽകുന്ന അലോട്ട്മെൻറ്റാണ്. കാരണം ഈ പറയുന്ന ആദ്യത്തെ 3 അലോട്ട്മെൻറ്റിൽ അഡ്മിഷൻ കിട്ടിയ വിദ്യാർത്ഥികൾ ഒരുപാട് പേര് അഡ്മിഷൻ എടുക്കാതെ മറ്റു പല കോഴ്സുകളും അഡ്മിഷൻ എടുത്തവരുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് സീറ്റുകൾ ഓൾറെഡി ഈ സ്പെഷ്യൽ അലോട്ട്മെൻറ്റിന് വേണ്ടിയിട്ട് പരിഗണിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു ഒഴിവുകളിലോട്ട് വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ അപേക്ഷ കൊടുക്കാം. 20-ാം തീയതി വരെയാണ് അപേക്ഷാ സമയം. അപ്പോൾ എന്തായാലും ഈ വേക്കൻസി വരുന്ന, അതായത് ഓൾറെഡി റിപ്പോർട്ട് ചെയ്യപ്പെട്ട വേക്കൻസികളും ഇനിയും 20-ാം തീയതിക്കുള്ളിൽ അഡ്മിഷൻ എടുക്കാതെ വരുമ്പോൾ ഒരുപാട് കോളേജുകളിൽ സീറ്റുകൾ പല സബ്ജക്റ്റുകളിലും വേക്കൻസി വരും. അപ്പോൾ ഈ ഒരു വലിയൊരു വേക്കൻസിയിലോട്ട് വിദ്യാർത്ഥികൾക്ക് 24-ാം തീയതി സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിലവിൽ അഡ്മിഷൻ കിട്ടാത്ത വിദ്യാർത്ഥികൾക്ക് വളരെ പ്രതീക്ഷയോടെ ഈ പറയുന്ന സ്പെഷ്യൽ അലോട്ട്മെൻറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുവാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ചില വിദ്യാർത്ഥികൾക്ക് മനസ്സിലാക്കുന്നത്, ഓൾറെഡി അഡ്മിഷൻ കിട്ടാത്ത വിദ്യാർത്ഥികൾക്ക് ഓൾറെഡി അലോട്ട്മെൻറ്റ്, അത് ഓൾറെഡി ഓപ്ഷൻസ് പ്രൊഫൈൽ കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് കൺസിഡർ ചെയ്യുമെന്നാണ്. പക്ഷേ അത് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ്, ഈ ഒരു അലോട്ട്മെൻറ്റിൽ സ്പെഷ്യൽ അലോട്ട്മെൻറ്റിൽ വിദ്യാർത്ഥികൾ വരണമെങ്കിൽ നിർബന്ധമായിട്ട് നിങ്ങൾ പ്രൊഫൈൽ ലോഗിൻ ചെയ്തുകൊണ്ട് നേരത്തെ പറഞ്ഞതുപോലെ പുതുതായിട്ട് നിങ്ങൾ ഓപ്ഷൻ നിർബന്ധമായിട്ടും കൊടുക്കണം. ഇനി അതേപോലെ തന്നെ ഓൾറെഡി ഇപ്പോൾ ഈ പറയുന്ന ആദ്യത്തെ 3 അലോട്ട്മെൻറ്റിൽ അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികൾ, അതായത് ഇപ്പോൾ കോളേജിൽ പോയിട്ട് അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികളാണെങ്കിൽ അത്തരത്തിലുള്ള വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ടും ഈ സ്പെഷ്യൽ അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കുകയും ഇപ്പോൾ ലഭിച്ച കോളേജ് ചേഞ്ച് ചെയ്യാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ അത്തരത്തിലുള്ള വിദ്യാർത്ഥികൾക്കും നിലവിൽ പുതുതായിട്ട് ഈ പ്രൊഫൈൽ ലോഗിൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്കും ഓപ്ഷൻസ് മാറ്റി കൊടുക്കുവാൻ സാധിക്കും. അത്തരത്തിൽ ഓൾറെഡി അഡ്മിഷൻ എടുത്ത കോളേജിൽ അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികൾ ഓപ്ഷൻസ് മാറ്റാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കോളേജ് മാറ്റാൻ വേണ്ടിയിട്ട് നിങ്ങൾ പുതുതായിട്ട് രജിസ്റ്റർ ചെയ്യുകയാണ്, അത് ഓപ്ഷൻസ് മാറ്റി കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾ NOC സർട്ടിഫിക്കറ്റുകൾ നിങ്ങൾ നിർബന്ധമായിട്ടും ലോഗിൻ ചെയ്തിട്ട് നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. അതായത് ശ്രദ്ധിക്കേണ്ട കാര്യം, നിലവിൽ ആദ്യത്തെ 3 അലോട്ട്മെൻറ്റിൽ ഏതെങ്കിലും ഒരു കോളേജിൽ അഡ്മിഷൻ കിട്ടിയ വിദ്യാർത്ഥികൾ കോളേജിൽ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞ വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം വീണ്ടും കോളേജ് മാറ്റുവാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ അത്തരത്തിലുള്ള വിദ്യാർത്ഥികൾ മാത്രമാണ് NOC സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യേണ്ടത്. അപ്പോൾ എന്തായാലും അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികൾക്കും ഈ പറയുന്ന സ്പെഷ്യൽ അലോട്ട്മെൻറ്റിന് നിങ്ങൾക്ക് അപേക്ഷ കൊടുക്കാൻ സാധിക്കുന്നത്, അതായത് ഇപ്പോൾ കിട്ടിയ കോളേജ് അല്ലെങ്കിൽ കോഴ്സ് സാറ്റിസ്ഫൈഡ് അല്ല എങ്കിലും നിങ്ങൾക്കും ഈ പറയുന്ന ഓപ്ഷൻസ് NOC സർട്ടിഫിക്കറ്റുമായി ഉപയോഗപ്പെടുത്തുവാൻ സാധിക്കുന്നതാണ്. ഇനി കൂടാതെ ശ്രദ്ധിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്, നിങ്ങൾ കൊടുക്കുന്ന ഓപ്ഷൻസ്, അതായത് നിങ്ങൾ കൊടുക്കുന്ന ഒന്നാമത്തെ അല്ലെങ്കിൽ ആദ്യത്തെ ഏറ്റവും പ്രയോറിറ്റി അനുസരിച്ച് കൊടുക്കുന്ന കോളേജ് അല്ലെങ്കിൽ കോഴ്സ് അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ 100% നിങ്ങൾ പോകുവാൻ നിങ്ങൾ റെഡി ആയിരിക്കണം. കാരണം നിങ്ങൾ കോളേജിൽ അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞാൽ സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് 24-ാം തീയതി പ്രസിദ്ധീകരിക്കുന്നതോടുകൂടെ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കോളേജിൽ അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞാൽ ആ കോളേജിൽ നിങ്ങൾ നിർബന്ധമായിട്ടും പോയിട്ട് അഡ്മിഷൻ എടുത്തിരിക്കണം. അങ്ങനെ അഡ്മിഷൻ എടുക്കാത്ത വിദ്യാർത്ഥികൾ തുടർന്നുള്ള അലോട്ട്മെൻറ്റിൽ പിന്നീട് പരിഗണിക്കുന്നില്ല. അതുകൊണ്ട് ഓപ്ഷൻസ് കൊടുക്കുമ്പോൾ വളരെയധികം ശ്രദ്ധയോടെ മാത്രം കൊടുക്കുക. നിങ്ങൾക്ക് ഏറ്റവും പഠിക്കാൻ താല്പര്യമുള്ള കോഴ്സ്, അതേപോലെ തന്നെ ഏറ്റവും കൂടുതൽ നമ്പർ 1 നിങ്ങൾ ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് പഠിക്കാൻ ആഗ്രഹിക്കുന്ന കോളേജിൽ മാത്രം നിങ്ങൾ പ്രയോറിറ്റി അനുസരിച്ച് നിങ്ങൾ ഓപ്ഷൻസ് കൊടുക്കുക. വെറുതെ താല്പര്യമില്ലാത്ത അഡ്മിഷൻ കിട്ടിയാലും നിങ്ങൾ
പോകുവാൻ താല്പര്യമില്ലാത്ത കോളേജാണെങ്കിൽ നിങ്ങൾ വെറുതെ നിങ്ങൾ ഓപ്ഷൻസ് കൊടുക്കരുത്. ഈ ഒരു കാര്യം പ്രത്യേകം വിദ്യാർത്ഥി ശ്രദ്ധിക്കുക. കാരണം സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് എവിടെ കിട്ടിയാൽ നിങ്ങൾ നിർബന്ധമായിട്ട് അഡ്മിഷൻ പോയിട്ട് എടുക്കണം. ഇല്ല എങ്കിൽ നിങ്ങൾ തുടർന്നുള്ള അലോട്ട്മെൻറ്റ് LBS ഓൾറെഡി ക്യാൻസലാകും. അപ്പോൾ എന്തായാലും LBSൻ്റെ ഭാഗത്ത് നിന്ന് സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് ശേഷം വീണ്ടും നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ സ്പോട്ട് അലോട്ട്മെൻറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ എല്ലാ വിദ്യാർത്ഥികളും ഈ രീതിയിൽ അഡ്മിഷൻ കിട്ടാത്ത വിദ്യാർത്ഥികൾ ഈ രീതിയിൽ പ്രൊഫൈലിൽ പോയിട്ട് നിങ്ങൾ പുതുതായിട്ട് ഓപ്ഷൻസ് കൊടുക്കുക. ഇനി ഓൾറെഡി കോളേജിൽ അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികൾ കോളേജ് മാറ്റണമെന്നുണ്ടെങ്കിൽ മാത്രം NOC സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്തിട്ട് നിങ്ങളും ഓപ്ഷൻസ് മാറ്റി കൊടുക്കുക. അപ്പോൾ എല്ലാ വിദ്യാർത്ഥിയും ഈ പറയുന്ന കാര്യം വളരെ ശ്രദ്ധയോടുകൂടി ചെയ്ത് നിങ്ങൾ അലോട്ട്മെൻറ്റ് കൊണ്ട് വെയിറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ തന്നെ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് പഠിച്ച് നല്ലൊരു പ്രൊഫഷനിൽ നിങ്ങൾക്ക് എത്തുവാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥം ആശംസിച്ചുകൊണ്ട് LBSൻ്റെ ഭാഗത്തുനിന്നുള്ള മറ്റു പ്രധാനപ്പെട്ട അപ്ഡേറ്റും നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും തൽക്കാലം ഇറ്റ്സ് മീ സവാദ് അരച്ചേരി. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.